അഷ്ഹുരിൻ അളീം. അല്ലാഹു തആല അവർക്കിറക്കിയ മാസങ്ങളിൽ വളരെ വണ്ണവലിപ്പമുള്ള മാസം. അവർ പ്രതിഫലേച്ഛയോടുകൂടി പാപമോചനത്തിൻ്റെ, നരകമോചനത്തിൻ്റെ, റഹ്മത്തിൻ്റെയൊക്കെയും കേദാരങ്ങൾ അല്ലാഹുവിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുന്നതിനു വേണ്ടി മുഅ്മിനീങ്ങൾ സഞ്ചരിച്ചു തുടങ്ങുന്ന പരിപാവനമായ റമളാൻ മാസം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ അടുത്തയാഴ്ച നമ്മൾ സംസാരിക്കുന്നത് റമളാൻ വ്രതം നോറ്റ ആളുകളായിക്കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമളാനിനെ സ്വീകരിക്കുവാനും ആ റമളാനിൻ്റെ അനുഗ്രഹങ്ങൾ, തോരാതെ പെയ്തിറങ്ങുന്ന അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് വാരിക്കൂട്ടുവാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരാകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ മഹാരാഷ്ട്രത്തിൽ ഭാരത് ബന്ദ് ആചരിക്കുകയുണ്ടായി. എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ഭാരത ബന്ദ് ഇവിടെ ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ, എന്തിൻ്റെ പേരിലാണ് ആ ഭാരത ബന്ദ് ഇവിടെ ഉണ്ടായത് എന്ന് പലരും അജ്ഞരാണ്. ഈ ഭാരത ബന്ദിൻ്റെ തലേ ദിവസത്തിൻ്റെ മധ്യാഹ്നത്തിലുള്ള വാർത്താ മാധ്യമത്തിലൂടെ ലോകസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വളരെ വലിയ ഒരു ചർച്ച നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ലോകസഭയിലുള്ള ഭരണീയരോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ലോകത്ത് ഒരു പ്രധാനമന്ത്രിയും ഒരു രാജ്യത്തോട് ചെയ്യാത്ത രൂപത്തിലുള്ള ചില കരാർ ഒപ്പിടലുകൾ, ചില കരാറുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തിയപ്പോൾ US-ഉമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കരാറിൽ ഏർപ്പെട്ട സമയത്ത് പ്രധാനമായും US-ൽ നിന്നും വരുന്ന വലിയ വലിയ ഇറക്കുമതികൾ, ആ ഇറക്കുമതികൾക്ക് വലിയ വലിയ തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിൽ അതുണ്ടായിരുന്നത്. എന്നാൽ ആ തിരിവുകൾ മുഴുവനായും എടുത്തു കളയുകയും ഇന്ത്യ, റഷ്യ പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടുണ്ടായിരുന്ന എണ്ണ കരാറുകൾ പരിപൂർണമായും അത് അവസാനിപ്പിക്കുകയും ഇനി അത്തരത്തിലുള്ള കരാറുകൾ പാടില്ല, ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ പാടില്ല. മാത്രമല്ല, 2000-ങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന വരുമാന സ്രോതസ്സുകൾ മറ്റു പലതുമായിരുന്നുവെങ്കിൽ 2000-ങ്ങൾക്ക് ശേഷം ഡാറ്റ എൻട്രികൾ പോലെയുള്ള നവമാധ്യമങ്ങളുടെ കടന്നുവരവിൽ ഡാറ്റ എൻട്രികളാണ് നമ്മുടെ രാഷ്ട്രത്തിനും ഒരുപാട് വരുമാന സ്രോതസ്സുകളായി നിലനിൽക്കുന്നത്. എന്നാൽ ഇനി മുതൽ ഡാറ്റ എൻട്രികൾ അത് ഇന്ത്യയിൽ തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധത്തിൽ നിന്നും അമേരിക്കയുമായുള്ള കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു കരാർ വേണ്ട എന്നതാണ്. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ ഡാറ്റ എൻട്രികൾ ഇന്ത്യയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഏകദേശം 25 കൊല്ലത്തേക്കെങ്കിലും ആ ഡാറ്റ എൻട്രികൾ ഫ്രീ ആയി, സൗജന്യമായി US കമ്പനികൾക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റാ ബേസുകൾ ഫ്രീ ആയി ഇന്ത്യയിൽ യഥേഷ്ടം എവിടെയും എങ്ങനെയും നടത്താം? ഇന്ത്യക്ക് അതിന് അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ചെയ്യാം. മറ്റൊരു, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം ഊർജമാണ്. ആ ഊർജവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകൾ ഇനി അമേരിക്കയുടെ, US-ന്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ആ സമ്മതമുള്ള സ്ഥലത്ത് വെച്ച് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്ന ഒരു രൂപത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നു. അപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്ന എത്ര പൈസ വേണമെങ്കിലും അതിന് ഏർപ്പാടാക്കാം. ഈ രൂപത്തിലേക്കുള്ള കരാറാണ് അവർ വെച്ചിട്ടുള്ളത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ, മെക്നിക് സിസ്റ്റത്തിലൂടെ അമേരിക്കയിൽ
ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾ ഇന്ത്യയിലേക്ക് യഥേഷ്ടം കൊണ്ടുവരികയും ഇന്ത്യയിലുള്ള കാർഷിക വിളകൾക്ക് യാതൊരു വിലയുമില്ലാത്ത രൂപത്തിൽ ഇന്ത്യയിലെ കാർഷിക വിളകളുടെ കയറ്റുമതിയും അതുപോലെ കയറ്റുമതി ഒഴിവാക്കുകയും ഇറക്കുമതി അമേരിക്ക പോലെയുള്ള രാഷ്ട്രത്തിലെ മെക്കാനിക് സിസ്റ്റത്തിലൂടെ ഉൽപ്പാദിക്കപ്പെടുന്ന ചെലവ് കുറഞ്ഞ കാർഷിക വിളകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയിലെ കാർഷിക രംഗത്തെ പാടെ തകർത്ത് കളയുകയും ചെയ്യുന്ന ഒരു കരാറാണ് US കരാർ എന്നുള്ളത്. മാത്രമല്ല, ബംഗ്ലാദേശിലെ വാണിജ്യ മേഖലയുമായി ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് വ്യവസായങ്ങൾക്ക് ആ മേഖലകൾക്ക് പ്രത്യേകമായ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോമ്പറ്റീഷന്റെ ഇടയിൽ ബംഗ്ലാദേശിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ബംഗ്ലാദേശിയൻ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വിധമായ ടാക്സും വേണ്ട. എന്നാൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന കയറ്റുമതി ചെയ്യുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും 18% ടാക്സ് വേണം. ഈ രൂപത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ കരാറുകൾ ഓരോന്നായി ഇന്ത്യയുടെ ഭാവി എങ്ങനെ നിർണയിക്കുമെന്നും ഭാവി വരുന്ന തലമുറയെ എങ്ങനെയാണ് അരക്ഷിതാവസ്ഥയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്ത കരാറിലൂടെ ഇന്ത്യയുടെ ഭാവി തലമുറയെ ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നത് എന്ന് നാം പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഇന്ത്യയെ മറ്റുള്ള കോർപ്പറേറ്റുകൾക്ക് US-ന് ഈ കരാറിലൂടെ വിൽപ്പന നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തെ വിറ്റിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിൻ്റെയൊക്കെയും പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആ ലോകസഭയിലുള്ള ഈ ബില്ല് അവതരണത്തിലൂടെ അവിടുന്ന് ഉന്നയിച്ച ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഒരു പരാതി എന്താണ്? ഏറ്റവും വലിയ ഒരു കാര്യം, അവിടുന്ന് ഒരു പ്രധാനമന്ത്രിയും ഒരു രാജ്യത്തോടും ചെയ്യാത്ത ഒരു പ്രവർത്തനം ചെയ്യുവാൻ അദ്ദേഹത്തിന് തയ്യാറാക്കിയെടുത്തത്. അതാ ഇന്ന് ലോകം മുഴുവനും ബ്രിട്ടനിലും അതുപോലെ തന്നെ ഫ്രാൻസിലും പാരീസിലും അടക്കമുള്ള സകല നാടുകളിലും ഇന്ന് കോളക്കം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന 2026 ജനുവരി 30 അതാ കോടതി അനുമതിയോടുകൂടി നടത്തിയ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന ഒരു ഫയലിന്റെ ആ പരസ്യപ്പെടുത്തലിലൂടെ ചില പ്രധാനപ്പെട്ട കണ്ണികൾ ബ്രിട്ടനിലും US-ലും പാരീസിലും പോലെ ബിൽഗേറ്റ്സിനെ പോലെയുള്ള ആൻഡ്രോ രാജകുമാരന്മാരെ പോലെയുള്ള മിഡിൽ ഈസ്റ്റേൺ രാജകുമാരന്മാർ അടക്കമുള്ള വളരെ പ്രമുഖരായ ആളുകൾ പങ്കാളികളായിട്ടുള്ള 53-ലധികം വരുന്ന പ്രായപൂർത്തിയാകാത്തതായ പെൺകുട്ടികളെ ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കപ്പെട്ടു എന്നതിന്റെ ഒരു ഫയൽ അത് രാജ്യത്തെ 2026 ജനുവരി 30 ആ ഫയലിനടങ്ങുന്ന പ്രമുഖരുടെ ലിസ്റ്റുകൾ അടക്കം കോടതി പരസ്യപ്പെടുത്തുവാൻ തീരുമാനിച്ച സമയത്ത് തീരുമാനമുണ്ടായതിന്റെ പിന്നാലെ ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ പാംബ്രിഡ്ജ് പോലെയുള്ള തന്റെ റിസോർട്ടുകളിൽ 53 FBI പറയുന്നത് 53 പരാതികൾ മാത്രമാണ് നിയമപരമായി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ജെഫ്രി എപ്സ്റ്റീനെതിരെ വന്നത്. 2005 പോലീസ് സ്റ്റേഷനിൽ ഒരു രക്ഷകർത്താവിന്റെ ഭാഗത്തു നിന്നും ആദ്യമായി ഉണ്ടായ ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രഹസ്യമായി കൊണ്ട് പാംബീസ് പോലീസും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള FBI അടക്കമുള്ള ആളുകളുടെ രഹസ്യമായ അന്വേഷണത്തിന്റെ ഒടുവിൽ 2019 മുഴുവൻ നിയമ പഴുതുകളും അടച്ചുകൊണ്ട് ജൂലൈയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എപ്സ്റ്റീൻ അദ്ദേഹം ഈ 2019 തന്നെ ആത്മഹത്യ ചെയ്തുവെങ്കിലും പിന്നീട് ആ ഫയലുകളുടെ വ്യക്തമായ വെളിപ്പെടുത്തലുകളിലൂടെ ഓരോ ആളുകളും പ്രമുഖരാകുന്ന ആളുകളിലും ഉണ്ടായതാകുന്ന ഇത്തരത്തിലുള്ള കൊടും ഹത്യകൾ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും പറഞ്ഞു തന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ
അതിന് അതിർവരമ്പുകളും അതിന് വേണ്ടുന്ന നിയമനിർദ്ദേശങ്ങളും വെച്ചത് ഇത്തരത്തിലുള്ള കാബാലികത്വങ്ങൾ ലോകത്ത് നടക്കാൻ പാടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നേരെ നടന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് ചുരുളുകൾ അഴിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തലുകൾ വരുമ്പോ ഇതേ വിഷയത്തിൽ ഇതേ രൂപത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും പരിശുദ്ധമായ ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംസാരിച്ചു വെച്ച നിയമങ്ങൾ, അതാ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങൾ, അത് പറയുമ്പോ ലോകത്തുള്ള ആളുകൾ ഇന്നും ആ ഇസ്ലാമിന്റെ നേരെ കോപ്പ കുത്തിക്കൊണ്ടുവരുമ്പോ, അവർ ഇസ്ലാമിന്റെ നേരെ ചാപ്പ കുത്താൻ വരുമ്പോ ഈ ഒരു സംഭവത്തിന്റെ നേരെ കമാ എന്നൊരു അക്ഷരം മിണ്ടാൻ ഇന്ന് വരെ ഒരു പത്രമാധ്യമങ്ങളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു നിയമവും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണമെന്നതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കാൻ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല. എന്നാൽ പരിശുദ്ധമായ ദീന നിയമങ്ങൾ പറയുമ്പോൾ ആ നിയമങ്ങളിലൂടെ അവർക്ക് അതാ ഇത്തരത്തിലുള്ള കൊടും ഹത്യകളോ അതുപോലെ തന്നെ അവർക്ക് കണ്ണുകൊണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന കൊടും പാതകങ്ങളോ ചെയ്യാൻ കഴിയുകയില്ല എന്നതിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ദീനിന്റെ പേരിൽ അവരതാ കുതിര കയറാൻ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഗൗരവതരമായ വിഷയങ്ങൾ നടന്നിട്ട് പോലും അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തവർ, അതാ ദീനിൽ ആരെങ്കിലും ഒന്ന് തലയിൽ നിന്ന് തട്ടം മാറിപ്പോയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തലയിൽ തട്ടമിട്ട് കൊണ്ടൊരു അഭിപ്രായം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മുസ്ലിയാർ ആണും പെണ്ണും കൂടിക്കളയാൻ പാടില്ല എന്ന് പൊതുവേദിയിലൊന്ന് പറഞ്ഞു പോയാൽ എന്തൊരു അപരിഷ്കൃതമായ 6-ാം നൂറ്റാണ്ടിന്റെ സമൂഹമാണിതെന്ന് അതാ വിളിച്ചു പറയുന്ന അയനിസ്റ്റുകളും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ സദാചാരവാദികളും ഒക്കെയും മനസ്സിലാക്കുവാനുള്ളത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഈ ദീൻ പറഞ്ഞു വെച്ചത് അത് സത്യം തന്നെയാണ്. അത് ഈ പരിശുദ്ധമാകുന്ന പരിപാവനമാകുന്ന സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണേ. വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധമായ റമദാനാണ് നമ്മളിലേക്ക് വരുന്നത്. ഇന്നത്തെ ജുമാ ഖുത്ബ നമ്മളോട് വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓ സത്യവിശ്വാസികളാകുന്ന ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളെ നിങ്ങൾക്കൊരു നാളെ വരാനുണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളെല്ലാ ആളുകളും ആ ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ആകാര്യമാണ് ചെയ്യപ്പെട്ടത്? നിങ്ങളുടെ ശരീരത്തെ ആ ദിവസത്തിൽ മുന്നണിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന് റബ്ബിന്റെ മുമ്പിൽ നിർത്തുമ്പോ ആ ദിവസം നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തത് എന്ന് നിങ്ങൾ ഇന്ന് തന്നെ ആലോചിക്കണേ. ആ ദിവസത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. യുദ്ധങ്ങൾ ചെയ്ത് ഒരു ആവശ്യവുമില്ലാതെ നിരപരാധികളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് ബോംബുകളും ഷെല്ലുകളും എറിഞ്ഞ് കബന്ധങ്ങളായി മാറിയ മൃതദേഹങ്ങളെ നോക്കി ചിരിച്ചിരിക്കുന്നവർ, അതുപോലെ തന്നെ എത്ര അക്രമങ്ങൾ നടത്തിയിട്ടും ആ അക്രമങ്ങൾ കൊണ്ടൊന്നും താൻ തൃപ്തനല്ല എന്ന് തെളിയിക്കുന്ന യുദ്ധവെറിയന്മാരുടെ നാട്ടിൽ അതാ ഗസയുമായി യുദ്ധം നടന്നിട്ട് എത്രയോ പാവപ്പെട്ട ജനങ്ങളെയാണ് ഇല്ലാതെയാക്കി കളഞ്ഞത്. ഓസയിലെ ഇസ്രായേലി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആ ശൈത്വാന് തുല്യനായ മനുഷ്യൻ, അവൻ യുദ്ധം ചെയ്തിട്ടും ഒരു യുദ്ധവെറിയനായി ഇന്നും ജീവിക്കുകയാണ്.
അതാ ഗസയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടും മതിയാകുന്നില്ല. ഇനി ഇറാനിന്റെ നേരെ ആക്രമിക്കാൻ അമേരിക്ക കൂട്ടുനിന്നില്ലെങ്കിൽ പോലും അതാ ഒറ്റയ്ക്ക് ഞങ്ങൾ ഇറാനിനെ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിന്റെ നേരെ യുദ്ധക്കോപ്പ് കൂട്ടിക്കൊണ്ട് അതാ നടക്കുന്ന സഞ്ചരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അതാ മനുഷ്യ കോലം തെറ്റിയതാകുന്ന ശൈത്താന്റെ കോലം, മനുഷ്യന്റെ കോലത്തിലുള്ള ശൈത്താൻ, അത്തരത്തിൽ അത്രയും യുദ്ധവെറിയനാകുന്ന അത്രയും കൊടും ക്രൂരകൃത്യം ചെയ്തവൻ, അവനെ പോലെയുള്ളവരടക്കം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അതാ എല്ലാ മനുഷ്യന്മാരെയും കൊന്നൊടുക്കിയിട്ടും എനിക്ക് മതിയായില്ല. എന്നെ കൊല്ലാൻ വരുന്ന ഒരു പിഞ്ചു കുഞ്ഞിന് വേണ്ടി ആ പിഞ്ചു കുഞ്ഞ് അതാ തന്റെ ഭാര്യയുടെ കരങ്ങളാൽ തന്റെ കൊട്ടാരങ്ങളിൽ വളർന്നിട്ടും അഹ്കമുൽ ഹകീമായ തമ്പുരാൻ അത്രയും വലിയ ഹിക്മത്ത് ചെയ്തിട്ടും ഇതൊന്നും അറിയാതെ അന റബ്ബുൽ അഅ്ലാ എന്ന് വാദിച്ചുകൊണ്ട് ലോകത്തുള്ള സകലമാന ചെറിയ കുട്ടികളെയും പതിനായിരക്കണക്കിനടക്കം കുന്നുകൂട്ടിയ ഫിറഔനെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന അതാ ഇന്നും ഈ യുദ്ധവെറി മാറാത്ത ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെത്ത കഴിഞ്ഞുപോയ ഹിറ്റ്ലറിനെ പോലത്തെ ഇങ്ങനെയുള്ള കൊടും ക്രൂരകൃത്യം ചെയ്ത ആളുകൾ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമാണ് യൗമുൽ ഖിയാമ. ആ ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി അമലൻ സ്വാലിഹൻ യുൻജി അം സയ്യിഅൻ യൂബിഖുഹു, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ എന്ത് നല്ല പ്രവർത്തനമാണ് ചെയ്തത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു ദിവസത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുഅ്മിനീങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഓ മുഅ്മിനീകളെ, നിങ്ങൾക്ക് ആർക്കും തന്നെ അന്നത്തെ ദിവസം മലായികത്തുകൾ വിളിച്ചു പറയും, അല്ലാഹു അല്ലാതെ ഒരു പരമാധികാരി ആരാണ് അവിടെ ഉള്ളത്? അന്നത്തെ ദിവസം ഒരു മനുഷ്യനും അവന് വെച്ച കാലടി മുന്നോട്ട് വെക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദ്യങ്ങൾ ചോദിക്കും. 5 കാര്യങ്ങൾ പ്രധാനമായും അല്ലാഹു അവനോട് ചോദിക്കാതെ അവനോട് അവന്റെ ഒരു കാലിന്റെ ഒരു അടി മുന്നോട്ട് വെക്കാൻ അല്ലാഹു സമ്മതിക്കൂല. വിശുദ്ധമായ റമളാനൊക്കെ അല്ലേ വരുന്നത്, മനസ്സിലാക്കി വെക്കുക. എന്താണ് ഒന്നാമത്തെ കാര്യം? അൻ ഉംരിഹി ഫീമാ ഫുനാ, ആവശ്യമില്ലാത്ത അവന്റെ സമയം, അവന്റെ ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞ മനുഷ്യൻ, അവന്റെ ആയുസ്സിനെ വെറുതെ ഇല്ലാതെയാക്കി കളഞ്ഞ മനുഷ്യൻ, ആ ചെലവാക്കിയ ഒരു ആയുസ്സിന്റെ ഓരോ സമയത്തിന്റെ ഓരോ സെക്കൻഡിന്റെയും വിലകളെ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ആളുകളുടെയും കാല് മുന്നോട്ട് ചലിപ്പിക്കാൻ അല്ലാഹു അനുവദിക്കൂല. എന്നോടും എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു സമയം, ഇവിടെ ജുമുഅക്ക് നിശ്ചയിക്കപ്പെട്ട ഈ ഒരു സമയം ഇപ്പോഴല്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? ഈ സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നവരായിരിക്കുമെന്ന് നിങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തിനോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ സമയം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നു, അൽഹംദുലില്ലാഹ്. ഈ സമയത്തിലേക്ക് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ മലായികത്തുകൾ തന്നെ വഴികളിൽ നിന്നുകൊണ്ട് അവർക്ക് റഹ്മത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ചോദിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ സമയം നമ്മൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ, ഈ സമയം ഇങ്ങനെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യുമായിരുന്നു? ഈ സമയം നമ്മൾ ഇന്നലെ എന്ത് ചെയ്യുകയായിരുന്നു? ഈ സമയം മെനഞ്ഞാന്ന് നാം എന്ത് ചെയ്യുകയായിരുന്നു? നാം സ്വന്തം ശരീരത്തോട്, ഞാൻ അതിനെ പറ്റിയിട്ട് ചികഞ്ഞൊന്നും സംസാരിക്കുന്നില്ല, സ്വന്തം ഹൃദയത്തോട് തന്നെ നമ്മളൊന്ന് ചോദിച്ച്, ഈ സമയം നാം എന്തായിരുന്നു ചെയ്തത്?
എൻ്റെ ആഖിറത്തിന് വേണ്ടിയുള്ള അമലായിരുന്നോ, അതല്ല എൻ്റെ ആഖിറം നഷ്ടപ്പെടുന്ന പ്രവർത്തനമായിരുന്നുവോ? നാം സ്വന്തം ഹൃദയത്തോട് ചോദിക്കുക. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ആയുസ്സിൽ നമ്മൾ ചെലവഴിച്ച ഓരോ സമയവും ഓരോ സെക്കൻഡും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. പ്രിയമുള്ളവരെ, അതിനെ പറ്റിയിട്ട് നമ്മളോട് ചോദ്യമുണ്ടാകും. നന്മകൾ ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സമയങ്ങളും നന്മകൾ, ഒരു സെക്കൻഡിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നന്മയെങ്കിലും ഉണ്ടാകണമെന്നുള്ള തീരുമാനമില്ലാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞു പോകാൻ പാടില്ല. ഇതായിരിക്കണം ഒരു മുഅ്മിനിന്റെ ജീവിതം ഉണ്ടാകേണ്ടുന്നത്.